അടുത്തതായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പത്രമാണ് സമദർശി. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1918. തിരുവനന്തപുരത്ത് നിന്നാണ് സമദർശി എന്ന പത്രം ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപകൻ കുളംകുന്നത്ത് രാമൻ മേനോനായിരുന്നു. അപ്പൊ കുളംകുന്നത്ത് രാമൻ മേനോൻ കൊണ്ടുവന്ന പത്രമാണ് എന്ത്? സമദർശി. ഇത് എന്നാണ്? 1918 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സമദർശി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കുന്നത്ത് ജനാർദ്ദന മേനോനാണ്. അപ്പോൾ കുന്നത്ത് ജനാർദ്ദന മേനോനാണ് എന്ത്? സമദർശി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. ഇനി കേസരി ബാലകൃഷ്ണപിള്ള സമദർശി പത്രത്തിന്റെ പത്രാധിപരായ വർഷം ചോദിച്ചാൽ 1922. അപ്പോൾ 1922 കേസരി ബാലകൃഷ്ണപിള്ള സമദർശി പത്രത്തിന്റെ പത്രാധിപരായിട്ടുണ്ട്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ സമദർശി. അപ്പൊ സമദർശി പത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ്? അത് വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രമാണ്. ഇനി സമദർശി എന്ന പത്രം അടിച്ചമർത്താൻ 5ാം റെഗുലേഷൻ എന്ന പേരിൽ പത്രനിയമം പുറപ്പെടുവിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ എം.ഇ. വാട്സ് ആണ്. അപ്പോൾ എം.ഇ. വാട്സ് ആണ് സമദർശി പത്രം അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് 5ാം റെഗുലേഷൻ എന്ന പേരിൽ എന്ത് കൊണ്ടുവന്നത്? പത്രനിയമം കൊണ്ടുവന്നത്. അദ്ദേഹം തിരുവിതാംകൂർ ദിവാനായിരുന്നു. ഇനി സമദർശി എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി വേറെ 2 പ്രത്യേകതയുള്ള പത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1975 അടിയന്തരാവസ്ഥക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണം അതാണ് കേരള ഡീലക്സ്. അപ്പോൾ കേരള ഡീലക്സ് എന്ന് പറഞ്ഞാൽ 1975 അടിയന്തരാവസ്ഥക്കെതിരെ ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണമാണ്. ഇനി 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഡീലക്സിന്റെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കോവളം ചന്ദ്രനായിരുന്നു. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു പത്രമാണ് സഹോദരൻ. ഇത് സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1920. ഇത് ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ചേറായിയാണ്. അപ്പോൾ ചേറായിൽ നിന്നും 1920 സഹോദരൻ അയ്യപ്പൻ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് എന്ത്? സഹോദരൻ. എന്നാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കെ അയ്യപ്പനാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ വേലക്കാരനാണ്. അപ്പോൾ വേലക്കാരൻ എന്ന ദിനപത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ സഹോദരൻ എന്ന പത്രം തുടങ്ങിയതും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി അടുത്തത് സർവീസ്. അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1920. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നാണ് സർവീസ് എന്ന പത്രം തുടങ്ങിയത്? പ്രസിദ്ധീകരണം ആരംഭിച്ചത് വർഷം 1920. ഇതെന്താണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമാണ് സർവീസ്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമായ പത്രമാണ് എന്ത്? സർവീസ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1920. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അടുത്തൊരു പ്രധാനപ്പെട്ട പത്രമാണ് കേരള കൗമുദി. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1911. കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇത് അച്ചടിച്ച പ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ സുവർണ പ്രകാശം പ്രസ്. അപ്പോൾ സുവർണ പ്രകാശം പ്രസ്സിലാണ് എന്തച്ചടിച്ചത്? കേരള കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അച്ചടിച്ചത്. ഇനി കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനാണ്. അപ്പോൾ കേരള കൗമുദിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ ആരാണ്? CV കുഞ്ഞിരാമനാണ്. ഇനി കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. ഇനി കേരള കൗമുദി ദിനപത്രമായ വർഷം ചോദിച്ചാൽ 1940. അപ്പോൾ ഇന്നും പ്രചാരത്തിലുള്ള പത്രമാണ് ഏത്? കേരള കൗമുദി. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1911. കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇത് അച്ചടിച്ച പ്രസ് ചോദിച്ചാൽ സുവർണപ്രകാശം പ്രസ്സിലാണ് ഇത് അച്ചടിച്ചത്. കേരള കൗമുദിയുടെ സ്ഥാപകനെ ചോദിച്ചാൽ CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് ആര്? CV കുഞ്ഞിരാമൻ. ഇനി കേരള കൗമുദി ദിനപത്രമായ വർഷം ചോദിച്ചാൽ 1940 കേരള കൗമുദി എന്തായത്? ദിനപത്രമായത്. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന്?
1923 മാർച്ച് 18. അപ്പോൾ മാതൃഭൂമി എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1923 മാർച്ച് 18. ഇതിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? KP കേശവമേനോൻ. അപ്പോൾ KP കേശവമേനോനാണ് മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എംപ്രസ് വിക്ടോറിയ പ്രസ്സിലാണിത് അച്ചടിച്ചത്. ഇനി മാതൃഭൂമി ദിനപത്രമായ വർഷം ചോദിച്ചാൽ 1930 ഏപ്രിലാണ്. അപ്പോൾ 1930 ഏപ്രിലാണ് മാതൃഭൂമി എന്തായത്? ദിനപത്രമായത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ നാവായി പിറന്നു വീണ പത്രം എന്ന പേരിലും എന്തറിയപ്പെടുന്നു? മാതൃഭൂമി അറിയപ്പെടുന്നു. അപ്പോൾ മാതൃഭൂമി പത്രം സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ നാവായി പിറന്നു വീണ പത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. മാതൃഭൂമി ദിനപത്രമായ വർഷം ചോദിച്ചാൽ 1930 ഏപ്രിലാണ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കോഴിക്കോട് ജില്ലയാണ്. ഏത് പ്രസ്സിൽ നിന്നാണ് ഇത് അച്ചടിച്ചത്? എംപ്രസ് വിക്ടോറിയ പ്രസ്. ഇതിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? KP കേശവമേനോൻ. പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണ് മാതൃഭൂമി? 1923 മാർച്ച് 18. കേരളത്തിൽ ഇന്നും പ്രചാരത്തിലുള്ള മറ്റൊരു പത്രമാണ് മലയാള മനോരമ. ഈ മലയാള മനോരമ കമ്പനി രജിസ്റ്റർ ചെയ്ത വർഷം 1888 മാർച്ച് 14. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1890 മാർച്ച് 22. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് കോട്ടയം. അപ്പോൾ മലയാള മനോരമ കമ്പനി അത് രജിസ്റ്റർ ചെയ്ത വർഷം 1888 മാർച്ച് 14. പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്ന് എന്നാണ്? 1890 മാർച്ച് 22. പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഏതാണ്? കോട്ടയമാണ്. ഇതിൻ്റെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ദിനപത്രമായ വർഷം ഈ മാതൃഭൂമി മലയാള മനോരമ ദിനപത്രമായ വർഷം ചോദിച്ചാൽ 1928. ഇനി മലയാള മനോരമയുടെ തലക്കെട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മോസ്മത് കുലദൈവതം. എന്താണ്? ധർമ്മോസ്മത് കുലദൈവതം. 1938